പൈങ്കിളി കഥ, നല്ലൊരു പൈങ്കിളി കഥ, അത്രേ ഉള്ളൂ. പിന്നെ വെറും ബോറ്. ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല, ബാക്കി സെക്കൻഡ് പാർട്ട് വാസ് വെരി ബോറിംഗ്, അഗ്ലി. നിവിൻ പോളിയുടെ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു പടം നിൽക്കുന്നത് വെറും പൈങ്കിളി. മാപ്രസിദ്ധീകരണങ്ങളില്ലേ, അതിന്റെ ഒരു ന്യൂ വേർഷൻ, അത്രേ ഉള്ളൂ. എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും കേരളത്തിലെ എല്ലാ മലയാളികൾക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ സുഹൃത്ത് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? മലയാളികൾ അവരുടെ സിനിമാ നിലവാരം വളരെ വളരെ താന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ ബദലഹേം പോലുള്ള സിനിമകളെ ഇതുപോലെ ആൾക്കാർ കയറ്റുന്ന സിനിമകളാക്കി മാറ്റിയത്. ഈ സിനിമ റിലീസിൻ്റെ അന്ന് വളരെ മോശം അഭിപ്രായമാണ്. അതെങ്ങനെ നല്ല അഭിപ്രായമായിട്ട് മാറ്റി? എന്തുകൊണ്ട്? അതാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത്. ഇങ്ങനെ ഒരു പൈങ്കിളി സിനിമ 10 നയാ പൈസയ്ക്ക് കൊള്ളാത്ത ഫലിത് ബിന്ദുക്കൾ പോലെയുള്ള തമാശകൾ പറയുന്ന ഈ സിനിമ എങ്ങനെ മുമ്പിലേക്ക് വന്നു? ഇപ്പോൾ ഓണത്തിന് നമുക്ക് 2 സിനിമയാണ് നമുക്ക് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് ഖലീഫ, അത് നല്ലൊരു സൂപ്പർ സിനിമയാണ്. നമുക്ക് ചെന്നിരുന്നാൽ അവസാനം വരെ നമ്മളത് പടം കഴിഞ്ഞത് അറിഞ്ഞില്ല. അതേപോലത്തെ മനോഹരമായുള്ളൊരു സിനിമയാണ്. ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഇന്ന് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് എങ്ങനെ നടക്കുന്നു, അത് എന്തെല്ലാം രീതിയിൽ നടക്കുന്നു, എത്ര ആൾക്കാർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു, എന്തെല്ലാം തട്ടിപ്പുകൾ നടക്കുന്നു, എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന റിയൽ സ്റ്റോറിയാണത്. അതിൽ വലിയ ഇടിയും കുത്തി ചവിട്ടൊന്നുമില്ല. അതിലാകെ 2 ഫൈറ്റാണ് ഉള്ളൂ. അതത്രയും മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ ഡയലോഗും എല്ലാ അഭിനേതാക്കളും അതിനേക്കാൾ വലിയൊരു മികവ് പുലർത്തിയുള്ള ഒരു പടം അത്. അതിനെ ടാറടിച്ച് കാണിക്കാനും അതേപോലെ തന്നെ പൃഥ്വിരാജിനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ആ സിനിമേനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഈ സിനിമ കയറി വന്നത്. അപ്പോൾ നമുക്കൊന്നേ മനസ്സിലാക്കാനുള്ളൂ, മലയാളികളുടെ മനസ്സിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ 4 ആൾ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ചാടിക്കയറി വരിക. ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ശരിക്കും നിങ്ങൾ നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്താ നമ്മൾ കണ്ടത് ഈ സിനിമയിൽ? എന്ത് കോമാളിത്തരാണ് നമ്മൾ ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്നത്? എന്ത് പ്രാന്ത സിനിമയാണിത്? ഇത് എത്ര കാലഘട്ടം മുമ്പ് ഇറങ്ങേണ്ട ഒരു സിനിമയാണിത്. ഈ കാലഘട്ടത്തിൽ ഈ 2026 ഇറങ്ങിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമേനെ നിങ്ങൾ ഇത്രയും നല്ലൊരു സിനിമ ഇനിയിപ്പോൾ മലയാളത്തിൽ ഇത്രയും വലിയൊരു ലവ് സ്റ്റോറി കണ്ടിട്ടില്ല? ഈ മുതുക്കിഴവനായുള്ള ഒരു നടൻ ഒരു ചെറിയ പൈങ്കിളി പോലത്തെ ഒരു പെൺകുട്ടീനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതോട് കൂടിയിട്ട് ക്ലൈമാക്സ് വന്നു. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല. അതൊരു പ്രാന്ത് കാണിച്ച കുറേ നടന്മാരും ആൾക്കാരാണ് ഇതിലുള്ളത്. നമുക്കൊരു കാരണവശാലും ഇത് ഒരു നല്ല സിനിമയാണെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം നമ്മൾ ഒരുപാട് എല്ലാ സിനിമയും മലയാള സിനിമ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്, അത് വിലയിരുത്തുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം നിവിൻ പോളി എന്ന് പറഞ്ഞൊരു നടൻ ഇതിൽ എന്താ അഭിനയിച്ചുള്ളത്? ഇതൊരു നടന് ഒരു ഫോട്ടോസ്റ്റാറ്റ് അഭിനയല്ലേ? സർവ്വമായയിൽ കണ്ട അതേ കഥാപാത്രമെല്ലാം ഇതിലും ചെയ്ത് നോക്കണത്. ഇതിൽ വ്യത്യസ്തമായിട്ട് എന്തുണ്ട്? മുഖത്ത് ഭാവം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അപ്പോൾ കാറിൽ അവൻ്റെ അനിയനും കൂടി ഇരുന്ന് കരയണൊരു സീനുണ്ട്. എന്തുട്ടാ കാണിച്ചു കൂട്ടി വെക്കണമെന്ന് അറിയാം. അഭിനയിക്കാൻ അറിയില്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇതിൽ ഈ പടത്തിന് വലിയ അഭിനയത്തിൻ്റെ ആവശ്യമില്ല. മൂപ്പർക്ക് കിട്ടുന്ന പടത്തിലൊന്നും വലിയ അഭിനയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ നായികനെ കണ്ടു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും അഭിനയിക്കാനുള്ള കഴിവ് അതിനുണ്ടാ? ഏതോ സിനിമയിൽ എന്തൊക്കെയോ ഒരു ചെറിയ കുട്ടികളുടെ പോലെ എന്തൊക്കെയോ കാട്ടി കൂട്ടി ചാടി പൊടിച്ചും വിളിച്ച് അതിനുശേഷം വലിയൊരു നടിയാക്കിയിട്ട് കൊണ്ടുവച്ചിരിക്കുക. ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശം പടമായിട്ട് നമ്മളിതിന് പറയും. ഇപ്പം നമ്മൾ വലിയ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ പറയുന്നില്ല. എന്താ വെച്ചാൽ അത് പറയേണ്ടതാണ്. പക്ഷെ നമ്മുടെ മാന്യത ആലോചിച്ചും നല്ലൊരു ദിവസം ഓണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊരു സിനിമ കാണാൻ നിങ്ങളുടെ കുടുംബം ഇപ്പോൾ 4-5 ദിവസം 5-10 ദിവസമൊക്കെ നിങ്ങൾക്ക് സ്കൂൾ മുടക്കലാണ്. നിങ്ങളൊരു സിനിമ കാണാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ പൃഥ്വിരാജിൻ്റെ പടം പോയി കാണാം. ഈ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിരിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്റർ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കണം. അത് ആലോചിച്ച് ചിരിക്കണം, റിപ്പീറ്റ് ചെയ്ത് ചിരിക്കണം. വീണ്ടും കാണാനായിട്ട് നമുക്ക് ആ ചിരി കാണാനായിട്ട് ഇഷ്ടം തോന്നണം. അത് നാടോടിക്കാറ്റ് അങ്ങനെ കുറേ സത്യനന്ദിക്കാട് പടത്തിലൊക്കെ നമുക്ക് അങ്ങനെയുണ്ട്, ഇപ്പോഴുണ്ട്. സന്ദേശം പോലെയുള്ള പടങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ്. ഇത് വെറും മലയാള മനോരമയിൽ വന്നു പറഞ്ഞാൽ ഫലിത ബന്ധുക്കൾ പോലെ കുറച്ച് കൗണ്ടർ അങ്ങോട്ട് അടിക്കും, കുറച്ച് കൗണ്ടർ ഇങ്ങോട്ട് അടിക്കും. ഇതൊരു തമാശയാണോ?
നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും അതിൻ്റെ ഒരു തമാശ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടോ? നിൽക്കുന്നില്ല. ഈ സിനിമ ഫീൽഡിൽ ഇത്രയും വൃത്തികെട്ട ഫീൽഡാണ്. ഒരാൾ കയറി വരുന്നത് അവനെ ചവിട്ടി താത്തലാണ് ഇവിടെയുള്ള എല്ലാവരും ഇത്. അതുകൊണ്ട് ഇപ്പോൾ ഈ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കാര്യം തന്നെ എടുത്തോ. ഇനി പൃഥ്വിരാജിൻ്റെ കാര്യം വിട്ടുകളാം. നമ്മുടെ അബിയുടെ മോനുണ്ട്, പാവം മനുഷ്യനാണ്. അഭിയാഞ്ചനെങ്കിൽ അതിനേക്കാളും പാവമാണ്. അപ്പോൾ ആ ഒരു വ്യക്തി പറയുന്ന കുറച്ച് ഡയലോഗുണ്ട്. ഒരുപാട് പേര് താഴ്ത്താനുണ്ട് ചേച്ചി, സത്യം പറഞ്ഞ അത് ഇപ്പോൾ ഉണ്ണിക്കൊക്കെ അറിയാം ഈ പടം ഇറങ്ങിയതിന് ശേഷം. അപ്പോൾ അങ്ങനെ താഴ്ത്താനായിട്ട് ശ്രമിക്കാൻ മാത്രം ഞാൻ ആരോടും ഒരു ഉപദ്രവം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ കുടുംബം നോക്കണം, വേറൊരു പരിപാടി വേറെ അല്ലെങ്കിൽ ആരോടും ഒരു വെല്ലുവിളി ചെയ്യാനൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ കോൺസിസ്റ്റന്റ് ആയിട്ടൊന്ന് ഉപദ്രവിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇതുണ്ടാവില്ല. അങ്ങനെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റും. എൻ്റെ ഭാഗത്ത് ശരിയല്ലേ, പിന്നെ ഞാൻ ഇതിനെ ആരെ പേടിക്കണേ? അപ്പോൾ ഞാൻ ആദ്യം ആ സ്പിരിറ്റിൽ തന്നെ എന്നെ അടുത്ത പടവും ചെയ്യും എന്നുള്ളതാണ് ശരിക്കും. കേട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട നടനാ, അഭിനയിക്കാനും അറിയാം. അപ്പോൾ അഭിനയിക്കാൻ അറിയാവുന്നവർ നാളെ ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നുള്ള നിലയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചവിട്ടി താത്തണം. ഇവിടെ രക്ഷപ്പെടാൻ പാടില്ല. അവൻ എന്തൊക്കെ ചെയ്ത് അവൻ്റെ പടങ്ങളെ ബ്ലോക്ക് ചെയ്യുക, അവൻ്റെ പടം കാണാൻ ആൾക്കാർ കയറരുത്, അങ്ങനെയുള്ള ഭയങ്കര PR വർക്ക് അവിടെ നടക്കുന്നത്. അതേ PR വർക്ക് തന്നെയാണ് പൃഥ്വിരാജിനെതിരെ, ഇത്രയും നല്ല സിനിമയ്ക്കെതിരെ ഈ സിനിമേനെ കയറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ PR വർക്ക് നടത്തിയത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയാണ് ഇപ്പോൾ സിനിമ വിജയിക്കണോ വേണ്ടതെന്ന് പറയണത്. ആ ഒരു സ്ഥിതിയിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് തന്നെ നല്ലത് ഏതാ പൊട്ട ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാനാണ് ഇപ്പോൾ ഈ ബദലഹേം കാണാൻ കയറി ചെല്ലുന്നത് ആൾക്കാർ. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നിലവാരം താഴ്ത്തി നമ്മൾ തന്നെ നാണം കെടുക. മലയാളികൾ ഏറ്റവും നിലവാരം കുറഞ്ഞ ആൾക്കാരായിട്ട് സിനിമ കാണുമ്പോൾ ഒരു വിലയിരുത്താനായിട്ട് അവർക്ക് അറിയില്ല. അവരൊരു കുടുംബത്തിനെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ആ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരു സിനിമ ഇല്ലെങ്കിൽ നിങ്ങൾ സിനിമയ്ക്ക് പോകേണ്ട കാര്യമില്ല. ഇത്രയും ഭാരിച്ച ചിലവ് ചെയ്തിട്ട് നിങ്ങൾ എന്തിനാണ് ഈ സിനിമ കാണാൻ പോണത്? വല്ല കാര്യമുണ്ടോ? 10 ദിവസം കഴിഞ്ഞാൽ അത് OTTയിൽ വരും, അത് കഴിഞ്ഞാൽ TV-യിൽ വരും. പിന്നെ ഇതിന് ഈ കാശും കൊടുത്ത് നിങ്ങൾ ഈ വക വളിപ്പ് കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറയണത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ പടത്തിൻ്റെ കളക്ഷനെ പറ്റിച്ചിട്ട് ഗംഭീര റിപ്പോർട്ടുകളാണ് ഇറക്കി വിടുന്നത്, തള്ളി വിടുന്നത്. ഇതൊന്നും തിയേറ്ററിൽ തന്നെ അതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരും ഇല്ല. ഏതെങ്കിലുമൊക്കെ കുറച്ച് തിയേറ്ററിൽ കുറച്ച് ആൾക്കാർ കയറുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കേരളം മുഴുവൻ അത് ഹൗസ്ഫുള്ളായിട്ട് കളിക്കുന്നതല്ല. അപ്പോൾ കേരളത്തിലെ കുറേ ജനങ്ങൾ ഈ പടത്തിനെ കുറിച്ചിട്ട് നല്ല അസലായിട്ട് അഭിപ്രായം തള്ളിവിടുന്നുണ്ട്. എന്നാൽ കുറേ ആൾക്കാർ ഈ പടത്തിനെ കുറിച്ചിട്ട് വളരെ മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ മോശം അഭിപ്രായം പറയണമൊന്നും പുറത്തു വരില്ല. ഖലീഫിനെ കുറിച്ച് മോശം അഭിപ്രായം മാത്രമേ പുറത്തു വരുള്ളൂ. നല്ല അഭിപ്രായം പറഞ്ഞവരെ ഒരാളെ അവർ പൊന്തിച്ച് PR കൊണ്ടുവരില്ല. അപ്പോൾ ഇതൊക്കെ ഇനി ഈ സിനിമകൾ ഇപ്പോൾ ഈ ഓണക്കാലത്ത് നടക്കുന്ന സംഭവം കൂടെ അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓണത്തിന് തിരഞ്ഞെടുക്കുന്ന സിനിമകൾ നിങ്ങൾ ബദലഹേമിനെ ഒഴിവാക്കുക. അത് വലിയ ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ്. അത് ഞാൻ എപ്പോഴും പറയും, ഇന്നും പറയും, എന്നും പറയും. ഇനിയിപ്പോൾ അതിന് എത്ര കളക്ഷൻ കിട്ടിയാലും പറയും. ഇനിയിപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടിയാലും പറയും അത് തല്ലിപ്പൊളി പടാമെന്ന് ഞാൻ ഇപ്പോഴും പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.